ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, ഒരു പെൺകുട്ടി കൊക്കറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷെ പലപ്പോഴും ഇവർ ഒരു ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് ദെയർ ചോയ്സ്. അപ്പോൾ അവരുടെ കാര്യം നോക്കി പൊക്കോളും, നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ സാധനം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം ഞാൻ അതിൻ്റെ വലിയ ഫാൻ അല്ല, എനിക്കത്ര തോന്നിയിട്ടില്ല. എനിക്ക് പലപ്പോഴും ചൈൽഡിഷ് ആയിട്ട് ഇമ്മച്ചുവറായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊക്കറ്റേഴ്സ് ഇതിനെപ്പറ്റി എപ്പോഴും ബോസ് പിങ്ക് ഫെമിനിറ്റി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അതൊരു ഫ്രജൈലിറ്റീനെയാണ് അവരിങ്ങനെ. എൻ്റെ ഇംഗ്ലീഷ് വളരെ ചിലപ്പോഴുമാണ്, ക്ഷമിക്കണം. പക്ഷെ അവരതിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നാറ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, എസ്തെറ്റിക് കൾച്ചർ എന്ന് പറയുമ്പോൾ മോഡേൺ ഡേ സോഷ്യൽ മീഡിയ അപ്ലോഡ് പെർഫെക്ഷനിസം ആണ്. എനിക്കങ്ങനെ പറയാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് എസ്തെറ്റിക്. എന്തിനും ഏതിനും എസ്തെറ്റിക്. ആളുകൾ അവരുടെ സാധനങ്ങളുടെ കളർ മാറ്റുന്നു, ഡ്രസ്സിൻ്റെ സ്റ്റൈല് മാറ്റുന്നു, അവരുടെ ഫാഷൻ മാറ്റുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്? യൂട്യൂബിൽ പോസ്റ്റ് ഇടാൻ. യൂട്യൂബിൽ എന്ത് പോസ്റ്റ് ഇടാൻ? അവർക്ക് ഇപ്പോഴത്തെ എന്താണ് എസ്തെറ്റിക്, അതിനനുസരിച്ചുള്ള പോസ്റ്റ് ഇടാൻ. അവർ എവിടെ നോക്കിയാലും എല്ലാവരും റോസ് കളർ എടുക്കുന്നത്. അപ്പോൾ അവരും സ്വന്തമായിട്ട് റോസ് കളർ എടുക്കുന്നത്. അവിടെ ഒരു ഒരു സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ഇവർ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ടങ്ങ് കാണിക്കാൻ നോക്കുക. അവർക്ക് പൈസ ആണ്, അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പെർഫെക്ഷനിസത്തിന് പലപ്പോഴും പലരും വീണിട്ട് ഒരുപാട് പൈസയൊക്കെ കളയുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സോഫ്റ്റ് എസ്തെറ്റിക്ക് കണ്ടിട്ട് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ട് പൈസ കളഞ്ഞ് പാവകൾ വാങ്ങിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതൊരു ഹോബിയായിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലാതെ ഇതിൻ്റോട്ട് ചേരാൻ വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ട്. ഈ എസ്തെറ്റിക്കോട്ട് അറ്റാച്ച് ആകാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അതൊരു പെർഫെക്ഷനിസം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ എന്നോട് ഒരു എസ്തെറ്റിക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നതെന്ന് പറയാൻ കോട്ടേജ് കോറാണ്. കാരണം എൻ്റെ ജനലെന്ന് പറഞ്ഞത് കോട്ടേജ് കോറാണ്. അതിപ്പോൾ ഒന്നുമില്ല, അതിപ്പോൾ ഒരു അതിൻ്റെ യേശുവിൻ്റെ വെളിച്ചം പോലെ ഉണ്ട്. അതാണ് എൻ്റെ ജനൽ ഗൈസ്. എന്നെ കണ്ടുവിടാം. അപ്പോൾ എനിക്ക് കോട്ടേജ് കോറെന്ന് പറയാൻ അത്ര പാടില്ല. കാരണം എൻ്റെ ജനൽ ഇപ്പം തന്നെ കണ്ടല്ല പച്ചപ്പാണ്. പിന്നെ എൻ്റെ മുറിയിൽ അവിടെ എവിടെയായിട്ട് ഫേക്ക് വൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പോകാം. പക്ഷേ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. കാരണം ഞാനൊരു CS സ്റ്റുഡൻ്റാണ്. എനിക്ക് വീട്ടിൽ നിന്ന് കുക്കിംഗ് ഷോ നടത്താനാ, എനിക്ക് കുട്ടികളെ നോക്കാനാ, ബ്രെഡ് ഉണ്ടാക്കാനാ എന്നെ കിട്ടത്തില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതായിട്ട് ഒബ്സസ്ഡ് ആവാൻ കാരണം എന്താണ്? പൈസ മുഖ്യമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ പൈസയാണ് മുഖ്യം. പൈസ എങ്ങനെ കിട്ടും? സാധാരണ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30,000-40,000 രൂപ കിട്ടും. അതൊന്നും ഇപ്പോഴത്തെ ഉള്ളവർക്ക് ജീവിക്കാൻ തികയില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിനിമം പൈസ 2 ലക്ഷം. ഈ പൈസ കിട്ടാൻ അവരെന്ത് ചെയ്യും? യൂട്യൂബ്, ഈസി മണി. ആളുകൾ കാണും, ആളുകൾ വാങ്ങും. അവരുടെ പ്രോഡക്റ്റ്, അവരുടെ ബ്രാൻഡ്, അവരുടെ സ്ട്രാറ്റജി എല്ലാം ഫേമസ് ആവും. അവരും വൈറലാവും. ഈ ഒരു അവരുടെ ലൈഫിനെ തന്നെ അവർ മോണിറ്റൈസ് ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടൈപ്പ് ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആണ്. കാരണം പലരും എസ്തെറ്റിക് ആകുന്നു, അവരുടെ രീതി ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ എസ്തെറ്റിക് ആകുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിന് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് അവരൊരുപാട് സ്ട്രാറ്റജി, പിന്നെ ബ്രാൻഡ്, ദിസ് ദാറ്റ്, പിന്നെ മാർക്കറ്റിംഗ് എക്സെട്ര എന്നൊക്കെ പറഞ്ഞ് പോകാം. അപ്പോൾ അവർക്ക് സാധനങ്ങളും വിൽക്കാം, അവർക്ക് അവരുടെ കാര്യങ്ങളും നടത്താം. കാണുന്നവർക്ക് അത് പെർഫെക്റ്റ് ലൈഫായിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ പെർഫെക്റ്റ് ആണോ? അല്ല. അത് അവർ കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാർക്കാണ് അവർക്കാണ്. അതുമല്ല, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ എസ്തെറ്റിക്കിൻ്റെ ആളുകൾക്ക് ഇവർക്ക് അവർ സ്വന്തമായിട്ട് സെൽഫ് എക്സ്പ്രഷനിസമാണ് അവർക്ക് കൂടുതൽ. അതുപോലെ തന്നെ അവർ കോപ്പി പേസ്റ്റ് ചെയ്യാറാണ് കൂടുതൽ. സാധാരണ ഞാൻ കണ്ടെടുത്തോളം വെച്ചിട്ട് പലരും കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ പൈസ കുറവ് കാരണം അവർ സെൽഫ് എക്സ്പ്രഷനിലോട്ട് തിരിയും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പലപ്പോഴും ഈ കോട്ടേജ് കോറ്, ബോഹോ ചിക്ക്, ദിസ് എസ്തെറ്റിക്, പിങ്ക് എസ്തെറ്റിക്, പോക്കറ്റ് കോറ്,
ലീഫ് കോറ്, എനിക്കറിയില്ല, ഒരുപാട് എസ്തറ്റിക് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ എസ്തറ്റിക്കും കണ്ടപ്പോൾ എനിക്കും എസ്തറ്റിക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എനിക്കിപ്പോൾ ഉണ്ട്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്നാൽ എസ്തറ്റിക് അല്ലെങ്കിലും അപ്പിയറൻസ് ഒക്കെ കുറച്ചൊക്കെ എസ്തറ്റിക്കാണ്. പക്ഷേ എസ്തറ്റിക് എന്ന് പറയാനും പറ്റത്തില്ല, കാരണം എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇപ്പോൾ അതൊരു സാധാരണ ഇതാണ്. എനിക്കതാ ഇതിനെ പറ്റി പറയാനുള്ളൂ. ഇപ്പം എൻ്റെ ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7 അല്ല 6ാമത്തെ ക്വസ്റ്റ്യനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിഞ്ചാണ് എസ്തറ്റിക് എന്ന് പറയുന്നത്. സത്യം പറയില്ല, പോക്കറ്റ് കോറാണ്. ഇവർ എന്തിനാണ് ഇത്ര ഫെമിനിറ്റി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരതിന് ഭയങ്കര ഫെമിനിറ്റി, പിങ്ക്, എന്തോ സോഫ്റ്റ് മ്യൂസിക്, ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം യൂസ് എന്താണ്? പിന്നെ ഇവർ ഉപയോഗിക്കുന്ന മേക്കപ്പ്, ഇവർ ഇന്ന ഒരു ചൈനീസ് ബ്രാൻഡിൽ നിന്ന് ഇവർ മേക്കപ്പ് എടുക്കുള്ളൂ, ഇന്ന ഒരു ജാപ്പനീസ്, അതെന്ന് പറയുന്നത് ഓവർ കൺസെപ്ഷനാണ് ഗൈസ്, ഓവർ കൺസെപ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു മേക്കപ്പ് ഉപയോഗിച്ചാൽ പോരെ. നിങ്ങൾക്ക് ഇന്ന ചുവന്ന ലിപ്സ്റ്റിക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചുവന്ന ലിപ്സ്റ്റിക്ക് സ്വന്തമായിട്ട് എന്താ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ട്യൂബ് നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഉള്ള ലിപ്സ്റ്റിക്ക് വാങ്ങുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇവർ ചൈനീസ് മാർക്കറ്റിൽ ചെന്ന് ചൈനീസ് മാർക്കറ്റിൽ ലിപ്സ്റ്റിക്ക് തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ എസ്തെറ്റിക് എനിക്ക് വളരെ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവർ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പെർഫെക്റ്റ് ലൈഫ് നടത്തുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിരിക്കാം. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിനേക്കാളും ഭേദം. അവരെന്താ ഇതിനെയൊക്കെ ഇങ്ങനെ ഫേമസ് ആക്കും. അപ്പോൾ അവർക്ക് കാണുന്നവർക്ക് ഒന്നുമില്ല, കാണുന്ന രീതിയിൽ അങ്ങ് വീട്ടിൽ പോവുകയും ചെയ്യും. ഇത് വാങ്ങി ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുകയും ചെയ്യും. ഇത് വളരെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമുക്ക് എനിക്കത്ര ഇതിൽ പറയാനുള്ളൂ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഈ കണ്ണ് തിരുമുന്നത് ഒരു എസ്തെറ്റിക് ആണെങ്കിൽ അത് എൻ്റെ എസ്തെറ്റിക് ആയിരിക്കും ഗൈസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന സന്തോഷത്തിൻ്റെ എസ്തെറ്റിക്കും അതൊന്നും ബാധകമല്ല. നമ്മളൊരു കാര്യം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുമെങ്കിൽ അതാണ് നമുക്ക് വലുത്. അത് എസ്തെറ്റിക്കാണ്, അത് ഭംഗിയാണ്, അതിൻ്റെ റോസ് കളറാണോ പച്ച കളറാണോ ഉള്ളതിനല്ല എൻ്റെ ബാധകം. ഇപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് മെൻ്റലി എനിക്കത് കുറച്ച് എന്താ പറയുക, കുറച്ച് ചലഞ്ചസ് ഒക്കെ തരും. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാം. ഞാൻ ChatGPT യൂസ് ചെയ്ത് പഠിക്കാറുണ്ട്, യൂട്യൂബ് യൂസ് ചെയ്ത് പഠിക്കാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാറുണ്ട്, സ്കൂളിൽ നിന്ന് പഠിക്കാറുണ്ട്. ഈ കിട്ടുന്ന അറിവുകളൊക്കെ വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള ഐഡിയാസൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കാരണം ഞാൻ അതിന് സംതൃപ്തിയാണ്. പക്ഷേ ഇതിലെന്തെങ്കിലും എസ്തെറ്റിക് ഉണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ VS കോഡിന് എന്തെങ്കിലും എസ്തെറ്റിക് ഉണ്ടോ? ഇല്ല. ഞാൻ VS കോഡ് അങ്ങനെ യൂസ് ചെയ്യില്ല, ഞാൻ വിമ്മാണ് യൂസ് ചെയ്യുക. പക്ഷേ വിമ്മിന് എന്തെങ്കിലും എസ്തെറ്റിക് ഉണ്ടോ ഗൈസ്? ഇല്ല. എൻ്റെ വിമ്മാണെങ്കിൽ ഒന്നാമത് അടിച്ചു പോയി, അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ അത് നമുക്ക് പിന്നെ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു എസ്തെറ്റിക് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എസ്തെറ്റിക് പറഞ്ഞാൽ എനിക്ക് അവർ ഓവർ കൺസെപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത്ര വലിയ ഫാൻ അല്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവരെ ബാഷ് ചെയ്യുന്നൊന്നും പോകുന്നില്ല, കാരണം അത് അവരുടെ ഇഷ്ടമാണ്. അതുപോലെ എസ്തെറ്റിക് കൾച്ചർ കാരണം എനിക്ക് എപ്പോഴും ഒറ്റപ്പെട്ടതായിട്ടോ ഞാൻ ഇന്ന ഗേളായിട്ടോ അല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെതാണ്. അപ്പോൾ ഞാനല്ലേ അതാവാൻ, എനിക്ക് മറ്റൊരാളാവേണ്ട ഒരു കാര്യമില്ല. കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ള ലോറും എൻ്റേതായിട്ടുള്ള ഡ്രാമയും എൻ്റേതായിട്ടുള്ള ലൈഫും എല്ലാം കൊണ്ടും നിറഞ്ഞതാണ്. ഇനിയിപ്പോൾ മറ്റൊരാളെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള എന്തെങ്കിലും പറയാനെന്നിട്ടുണ്ടെങ്കിൽ കോൺട്രവേഴ്ഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്തെറ്റിക് കൾച്ചറിന് അവിടെ നിൽക്കാം. പക്ഷേ എസ്തെറ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ടൈം ലൈഫ് സ്റ്റൈൽ ആക്കരുത്. അത് പക്ഷെ ഒരിക്കലും ഒരു കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള കാര്യമല്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കോൺട്രവേഴ്ഷ്യലായിട്ട് വല്ലതും പറയണമെങ്കിൽ എസ്തെറ്റിക് കൾച്ചർ എന്ന് പറയുമ്പം കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഒരു ഓവർ കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പല കോർപ്പറേറ്റ് കമ്പനികളും ഇന്ന എസ്തെറ്റിക്കിൽ അവരുടെ ബ്രാൻഡൊക്കെ ഇറക്കുമ്പോഴേക്കും ആളുകൾ ഇത് കണ്ടിട്ട് ഇന്ന എസ്തെറ്റിക്കിലുള്ള സാധനം വേണം എന്നൊക്കെ പറഞ്ഞ് അതിന് പിറകെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും ഐഡിയ ആയിരിക്കാം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലുള്ളവരൊന്ന് അവർ ഇതുപോലെയൊക്കെ എന്താ പറയുക, അവരിവരുടെ പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവസാനം അവർക്കും അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, ഈ വിൽക്കുന്ന കോർപ്പറേഷനും അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്.
കാണുന്ന നമുക്കാണെങ്കിൽ അതിൽ നിന്ന് പൈസ ചിലവാക്കാനുള്ള മോട്ടിവേഷനും കിട്ടുന്നുണ്ട്. എനിക്കത്രേ പറയുള്ളൂ ഗൈസ്. എനിക്ക് അവസാനത്തെ ഒരു വാക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എസ്തെറ്റിക്കൊക്കെ ആകാം, കുറച്ച് എസ്തെറ്റിക്ക് ആകാം. ഇപ്പം നമ്മുടെ കളർ നമുക്ക് എന്ത് സ്റ്റൈൽ എടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്കൊരു എസ്തെറ്റിക് ബോർഡിലോട്ട് പോയിട്ട് ഇന്ന രീതിയിൽ ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മിക്സ് ആൻഡ് മാച്ച്, ഇറ്റ്സ് ഗുഡ്. ബട്ട് അതിന് നിങ്ങളുടെ ജീവിതത്തിനെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് അത് മാത്രം ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കരുത്. പലപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോൾ പല എസ്തെറ്റിക്ക് നമ്മൾ കാണാറുണ്ട്. ഈ ജാറിലൊക്കെ വെള്ളം ഒഴിച്ച് ജ്യൂസ് നമ്മളൊക്കെ കാണുമ്പോൾ നമുക്ക് ജാറിൽ വെള്ളം ഒഴിച്ച് ജ്യൂസ് കുടിക്കാൻ തോന്നും. അതുപോലെ ഞാൻ ഇതാ ഇവിടെ ഒരു ഹാപ്പി ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് ജ്യൂസൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ നോക്കി. പക്ഷേ ഗ്ലാസ് പൊട്ടുന്നു പിന്നീട് മനസ്സിലാകുന്നു. പിന്നെ ഞാൻ തിന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിൽ വീണ് പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇപ്പം അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിൽ ഇനിയും ടൈമുണ്ട് ഇറങ്ങി വരിക. അത്രയ്ക്കും പാടുള്ള കാര്യമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ പാടായിരിക്കും, നിങ്ങളെ പൈസയൊക്കെ പോയി കാണും. എങ്കിലും എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ തിരിച്ചിറങ്ങി വരണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതെല്ലാം ഒരു ഐഡിയ ആണ്, സോഷ്യൽ മീഡിയൻ്റെ ഓരോരോ ട്രെൻഡ്സാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എസ്തെറ്റിക് ആയിരിക്കും ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള എസ്തെറ്റിക്. അപ്പം അത്രേ എനിക്ക് ഇന്നത്തേക്ക് പറയുള്ളൂ ഗൈസ്.